അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ചോദ്യം വായിച്ചാട്ടെ മിത്രേ. x plus y plus z is equal to 1. 2x plus 3y plus 2z. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ 1. അടുത്തേ 2x plus 3y plus 2z is equal to 2. അടുത്തേ ax plus ay plus 2az is equal to 4. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വരിയിൽ എഴുതണം, ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. ഇതിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? ax is equal to b. എഴുതുക ax is equal to b. അപ്പോൾ a എന്താണ്, x എന്താണ്, b എന്താണെന്ന് പറയണം. പറഞ്ഞാട്ടെ. a ഈക്വൽ മെട്രിക്സ് 1 1 1 1 1 1 2 3 2 a 2a. അടുത്തത് എക്സ് is equal to പറഞ്ഞാട്ടെ മെട്രിക്സ് മെട്രിക്സ് x y z. ഓക്കെ. അടുത്തത് ബി is equal to മെട്രിക്സ് 1 2 4. ഓക്കെ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്തുവായിരുന്നു മിത്രേ? അതിന്റെ ഡെറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എഴുതുക ഡിറ്റർമിനന്റ് A is equal to ഡിറ്റർമിനന്റ് 1 1 1 2 3 2 a 2a. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു 3/3 ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് നമുക്ക് 6 വിധത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും കോളത്തിലോ റോയിലോ മാക്സിമം നമ്പറോ 0 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് റോ വെച്ചങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. പറഞ്ഞേട്ടാ മിത്രേ. 1 into ഡിറ്റർമിനന്റ് A is equal to 1 into ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കി 3 2a 2a. അടുത്തത് മൈനസ് 1 into ഡിറ്റർമിനന്റ് 2 a 2a. ഓക്കെ. അടുത്തത് പ്ലസ് 1 into ഡിറ്റർമിനന്റ് 2 3 a. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 into ബ്രാക്കറ്റ് ഗുണിച്ചു അല്ല ഡിറ്റർമിനന്റ് ഓപ്പറേറ്റ് ചെയ്ത് പറയുക. 3 into 2a 6a minus 2 into a 2a. 6a minus 2a. Minus 1 into minus 2 into 2a is equal to 4a minus a into 2a 2a. Plus 1 into 1 into 2 into a 2a minus 2 into a 2a minus 3a. അപ്പോൾ 1 into 6a minus 2a 4a minus 1 into 4a minus 2a 2a plus 1 into 2a minus 3a minus a. Okay. 1 into 4a 4a minus 1 into 2a 2a minus 2a plus 1 into minus a minus a. അപ്പോൾ 4a
മൈനസ് 2a മൈനസ് എ minus 3a 4 4a മൈനസ് 3a a. എ. ഇത് 0 ആണോ 0 അല്ലയോ? 0 അല്ലല്ലോ സാർ. എന്തുകൊണ്ട്? അതൊരു വേരിയബിൾ അല്ലേ, അതിന് ഏത് വാല്യൂ വേണേലും വരാം. അല്ല, വേരിയബിൾ ആയതുകൊണ്ട് അത് 0 ആരും നിർബന്ധമൊന്നുമില്ലല്ലോ. അത് 0 ആയാലുണ്ടാകുന്ന കുഴപ്പം ആ തന്നിരിക്കുന്ന മെട്രിക്സിലെ ഇക്വേഷനിലെ മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടോ? മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടോ? കണ്ടു സാർ. അപ്പൊ എന്ത് വരും? അതിന്റെ ആൻസർ 4 ആയിരിക്കുന്നത്. അല്ല, അതുകൊണ്ടല്ല. ആ മൂന്നാമത്തെ ഇക്വേഷനകത്തിൽ എയുടെ വില 0 ആയി പോയാൽ ആ മൂന്നാമത്തെ ഇക്വേഷൻ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകും. ശരിയാണോ നോക്കിക്കേ. അപ്പൊ നമുക്ക് പിന്നെ ഈ സോൾവ് ചെയ്യുന്നതിന് പിന്നെ വല്ല അർത്ഥമുണ്ടോ? അതുകൊണ്ട് എ ഒരിക്കലും എന്താകത്തില്ല, 0 ആകത്തില്ല. ഇനി കൺക്ലൂഷൻ. എ ഈസ് നോൺ സിംഗുലർ. അഖില സതീശന് എവിടെ കിട്ടിയോ? മനസ്സിലായി. അപ്പൊ ബാക്കി എന്ത് എഴുതണം? എ ഈസ് നോൺ സിംഗുലർ. ബാക്കി എ ഈസ് നോൺ സിംഗുലർ and has a unique solution. Unique solution. Hence the system is consistent. അത്രയും കൺക്ലൂഷൻ എല്ലാവരും എഴുതിയോ?